നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം കെ അരവിന്ദാക്ഷൻ. ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. കെ അരവിന്ദാക്ഷനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഗോപ എന്ന നോവലിനാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ സേവനങ്ങൾ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷൻ ഏത്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ സേവനങ്ങൾ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം കെ സ്മാർട്ട്. തീവണ്ടി ഗതാഗതം പൂർണ്ണമായി നിർത്തലാക്കി ചരിത്ര സ്മാരകമാക്കി മാറ്റിയ തമിഴ്നാട്ടിലെ പാലം ഏത്? തീവണ്ടി ഗതാഗതം പൂർണ്ണമായി നിർത്തലാക്കിയ ചരിത്ര സ്മാരകമാക്കി മാറ്റിയ തമിഴ്നാട്ടിലെ പാലം ഏത്? ഉത്തരം പാമ്പൻ പാലം. 2027 ഏഷ്യ കപ്പ് ഫുട്ബോൾ വേദി എവിടെ? 2027 ഏഷ്യ കപ്പ് ഫുട്ബോൾ വേദി എവിടെ? സൗദി അറേബ്യ. അപ്പോൾ 2027 ഏഷ്യ കപ്പ് ഫുട്ബോൾ വേദി എവിടെയാണ്? സൗദി അറേബ്യയാണ്. ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് AC ഡബിൾ ഡെക്കർ ബസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് AC ഡബിൾ ഡെക്കർ ബസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം ഏത്? ഉത്തരം മുംബൈ. 2023 അക്ബർ കക്കാട്ടിൽ പുരസ്കാര ജേതാവ് ആര്? 2023 അക്ബർ കക്കാട്ടിൽ പുരസ്കാര ജേതാവ് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രൻ. കൃതി സമുദ്രശില. 2025 നിർത്തലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരം ഏത്? 2025 നിർത്തലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരം ഏത്? ഉത്തരം JCB പുരസ്കാരം. 2025 നിർത്തലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരം JCB പുരസ്കാരം. JCB ലിറ്ററേച്ചർ ആണ് ഇത് നൽകിയിരുന്നത്. ഈ പുരസ്കാരം ആരാണ് നൽകിയിരുന്നത്? JCB ലിറ്ററേച്ചർ ആണ്. JCB സാഹിത്യ പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായിരുന്നു. JCB സാഹിത്യ പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായിരുന്നു. ഇതിന് എത്ര ലക്ഷം രൂപയാണ് സമ്മാനത്തുകയുണ്ടായത്? 25 ലക്ഷം രൂപയാണ് JCB പുരസ്കാരത്തിന് സമ്മാനത്തുകയായിട്ട് ഉണ്ടായിരുന്നത്. JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ ആണ് ഈ പുരസ്കാരം നൽകിയിരുന്നത്. ആരാണ് ഈ പുരസ്കാരം JCB സാഹിത്യ പുരസ്കാരം നൽകിയിരുന്നത്? JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ ആണ്. ഇതിൻ്റെ പ്രഖ്യാപനം, ഇത് നിർത്തലാക്കിയുള്ള പ്രഖ്യാപനം വന്നത് 2025 ജൂൺ 23-നാണ്. 8ാമത്തെ ക്വസ്റ്റ്യന് 2025 ഏപ്രിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്? 2025 ഏപ്രിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ല. 2025 ഏപ്രിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം. ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അംബേദ്കറുടെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതി ഏത്? ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അംബേദ്കറുടെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതി ഏത്? കർണാടക ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും BR അംബേദ്കറുടെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതി. സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയത് ഏത് പോലീസ് സ്റ്റേഷനാണ്? സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയത് ഏത് പോലീസ് സ്റ്റേഷനാണ്? തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. കണ്ണൂരിലുള്ള തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയത്. 2ാം സ്ഥാനം കൊച്ചി സിറ്റിയിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനും. അപ്പോൾ 2ാം സ്ഥാനം ആർക്കാണ് നേടിയത് ചോദിച്ചാൽ കൊച്ചി സിറ്റിയിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനാണ്. 3ാം സ്ഥാനം ആലപ്പുഴയിലെ പുന്നപ്ര പോലീസ് സ്റ്റേഷനും പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനുമാണ് 3ാം സ്ഥാനം ലഭിച്ചത്. 1ാം സ്ഥാനം സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയ പോലീസ് സ്റ്റേഷൻ 1ാം സ്ഥാനം നേടിയത് കണ്ണൂരിലുള്ള തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. 2ാം സ്ഥാനം കൊച്ചി സിറ്റിയിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനും 3ാം സ്ഥാനം ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര പോലീസ് സ്റ്റേഷനും പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ്? ഉത്തരം മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. കന്നഡ ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട മഹാകാവ്യം ഉള്ളൂർ S. പരമേശ്വര അയ്യരുടെ മഹാകാവ്യം ഏത്? കന്നഡ ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട മഹാകാവ്യം ഉള്ളൂർ S. പരമേശ്വര അയ്യരുടെ മഹാകാവ്യം ഏത്? ഉമ കേരളം.
ശമ്പളത്തോടു കൂടിയ ആർത്തവ അവധിക്ക് അംഗീകാരം നൽകുന്ന യൂറോപ്പിലെ ആദ്യ രാജ്യം ഏത്? ശമ്പളത്തോടു കൂടിയ ആർത്തവ അവധിക്ക് അംഗീകാരം നൽകുന്ന യൂറോപ്പിലെ ആദ്യ രാജ്യം ഏത്? അപ്പോൾ ശമ്പളത്തോടു കൂടിയ ആർത്തവ അവധിക്ക് അംഗീകാരം നൽകുന്ന യൂറോപ്പിലെ ആദ്യ രാജ്യം സ്പെയിനാണ്. പാസ്പോർട്ട് നടപടിക്രമങ്ങൾ വേഗത്തിൽ ആക്കുന്നതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏത്? പാസ്പോർട്ട് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ പാസ്പോർട്ട്. അപ്പോൾ പാസ്പോർട്ട് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് പാസ്പോർട്ട്. 2023 ഫെബ്രുവരിയിൽ ഏതു രാജ്യത്തു നിന്നാണ് 12 ചീറ്റകളെ മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിൽ എത്തിച്ചത്? 2023 ഫെബ്രുവരിയിൽ ഏതു രാജ്യത്തു നിന്നാണ് 12 ചീറ്റകളെ മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിൽ എത്തിച്ചത്? ദക്ഷിണാഫ്രിക്ക. എനിക്ക് എൻ്റെ വഴി എന്ന പുസ്തകം രചിച്ചത് ആര്? എനിക്ക് എൻ്റെ വഴി എന്ന പുസ്തകം രചിച്ചത് ടി പത്മനാഭൻ. സർക്കാർ ജീവനക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനും വിലക്കേർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? സർക്കാർ ജീവനക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനും വിലക്കേർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. ആമസോൺ നിക്ഷേപം നടത്തുന്ന കേരളത്തിലെ ആദ്യ സംരംഭം. ആമസോൺ നിക്ഷേപം നടത്തുന്ന കേരളത്തിലെ ആദ്യ സംരംഭം ഫ്രഷ് ടു ഹോം. ആമസോൺ നിക്ഷേപം നടത്തുന്ന കേരളത്തിലെ ആദ്യ സംരംഭം ഫ്രഷ് ടു ഹോം. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ്. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. വിദ്യാവാഹനാണ്. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? DY ചന്ദ്രചൂഡ്. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? DY ചന്ദ്രചൂഡ്. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായ്. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. അദ്ദേഹത്തിന് 6 മാസം മാത്രമേ BR ഗവായ്ക്ക് ചീഫ് ജസ്റ്റിസ് പദവിയിൽ തുടരാൻ ആകുകയുള്ളൂ. ഈ വർഷം നവംബർ 23-ന് അദ്ദേഹം പദവിയിൽ നിന്ന് വിരമിക്കും. അപ്പോൾ അദ്ദേഹത്തിന് എത്ര മാസമാണ് പദവിയിൽ തുടരാൻ? 6 മാസം മാത്രമേ അദ്ദേഹത്തിന് പദവിയിൽ തുടരാൻ ആകുകയുള്ളൂ. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായ്. കേരളത്തിന്റെ 23ാമത് ഗവർണറായി ചുമതലയേറ്റത് ആര്? കേരളത്തിന്റെ 23ാമത് ഗവർണറായി ചുമതലയേറ്റത് ആര്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിന്റെ 23ാമത് ഗവർണറായി ചുമതലയേറ്റത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 2025 ജനുവരി 2 വ്യാഴാഴ്ചയാണ് പുതിയ ഗവർണറെ സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പം എന്നാണ് കേരളത്തിന്റെ 23ാമത് ഗവർണറായി ചുമതല? 2025 ജനുവരി 2 വ്യാഴാഴ്ചയാണ് പുതിയ ഗവർണറെ സത്യപ്രതിജ്ഞ ചെയ്തത്. ആരാണ് 23ാമത് ഗവർണറായി ചുമതലയേറ്റത്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 2023-ലെ 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023-ലെ 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PN ഗോപികൃഷ്ണൻ. ചൈനക്കും US-നും ശേഷം ലോകത്തിലെ 3ാമത്തെ വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യം ഏത്? ചൈനക്കും US-നും ശേഷം ലോകത്തിലെ 3ാമത്തെ വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യം ഏത്? ഇന്ത്യയാണ് ചൈനക്കും US-നും ശേഷം ലോകത്തിലെ 3ാമത്തെ വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യം. സ്രാഗ് ലൈസൻസ് സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യ വനിത ആര്? സ്രാഗ് ലൈസൻസ് സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യ വനിത S സന്ധ്യ. 2023-ൽ യുനെസ്കോയുടെ അന്താരാഷ്ട്ര മാതൃഭാഷാ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര്? 2023-ൽ യുനെസ്കോയുടെ അന്താരാഷ്ട്ര മാതൃഭാഷാ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര്? ഉത്തരം ഡോക്ടർ മഹേന്ദ്രകുമാർ മിശ്ര. 2023-ൽ യുനെസ്കോയുടെ അന്താരാഷ്ട്ര മാതൃഭാഷാ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഡോക്ടർ മഹേന്ദ്രകുമാർ മിശ്ര. 2024-ലെ മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആരോഹണം ഹിമാലയം എന്ന കൃതി രചിച്ചത് ആരാണ്? 2024-ലെ മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആരോഹണം ഹിമാലയം എന്ന കൃതി രചിച്ചത് ആരാണ്? KR അജയൻ. കേരളത്തിലെ ആദ്യ
വി പാർക്ക് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്